കോട്ടയത്ത് വീടിനുള്ളിൽ പ്രവാസിയെ കഴുത്തറുത്തു മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം അടിച്ചിറ ഏറ്റുമാനൂർ അടിച്ചിറ സ്വദേശിയായിട്ടുള്ള 63 വയസ്സുകാരനായ ലൂക്കാസിനെയാണ് ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കിടപ്പുമുറിക്കുള്ളിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ലൂക്കാസ് വിദേശത്തായിരുന്നു. വർഷങ്ങളെ 6 മാസം മുൻപാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കിടപ്പുമുറിയിലെത്തി നോക്കുമ്പോഴാണ് കഴുത്തറുത്ത് മരിച്ച നിലയിൽ ലൂക്കാസിനെ കണ്ടെത്തുന്നത്. ഈ സമയം ഭാര്യയും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ ഉടൻ തന്നെ ഗാന്ധിനഗർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. എന്താണെങ്കിലും 63 വയസ്സുകാരനായിട്ടുള്ള പ്രവാസിയായ ലൂക്കാസിനെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോട്ടയം ഏറ്റുമാനൂരിന് സമീപം അടിച്ചിറയിലെ വീട്ടിൽ ബെഡ്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇത് ആത്മഹത്യയാണ് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. ഇതിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളുണ്ടോ എന്നതടക്കം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ടോ. ചേട്ടാ, എപ്പോഴായിരുന്നു ഇത് അറിഞ്ഞത്? ഇത് 5:30 ആയപ്പോൾ തന്നെ അറിഞ്ഞെന്നാണ് പറയുന്നത്. ഞാൻ 5:15 മലബാർ പോകുന്ന ടൈമിൽ ഞാനിവിടെ ഗേറ്റിലുണ്ടായിരുന്നു. അന്നേരം ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ആൾക്കൂട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനൊരു ന്യൂസ് പേപ്പർ ഏജൻ്റാണ്. വർഷങ്ങളായി വിദേശത്താള അത് ഉണ്ടായിരുന്നു. അവിടുന്ന് റിട്ടയർഡായി പോകുന്നെന്നാണ് പറയുന്നത്. ഇവർ ആത്മീയമായിട്ട് വളരെ നല്ലൊരു ആൾക്കാരാണ്. പള്ളിയിൽ നിന്നാണ് തന്നെ പിരിവും കാര്യങ്ങളൊക്കെ വന്ന ഏത് പള്ളിയിലാണെങ്കിലും അവരൊഴിഞ്ഞ് സംഭാവനയൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്. എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമല്ല. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ലൂക്കാസ് 6 മാസങ്ങൾക്ക് മുൻപാണ് വിദേശത്തെ ജോലി അവസാനിപ്പിച്ച നാട്ടിൽ തിരികെ എത്തിയത്. പിന്നീട് ഈ വീട്ടിൽ തന്നെ താമസിച്ചു വരികയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകനും വിദേശത്താണ്. മകൻ ഈ അടുത്ത സമയത്താണ് തിരികെ നാട്ടിലേക്ക് എത്തിയത്. എന്താണെങ്കിലും ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് മകനും ഭാര്യയും ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഏതാണ്ട് 5:30യോടുകൂടി ഭാര്യ കിടപ്പുമുറിയിലെത്തി നോക്കിയ സമയത്താണ് ഇത്തരത്തിൽ ലൂക്കാസിനെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അവർ ഗാന്ധിനഗർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് വ്യക്തമല്ല. കഴുത്തറുത്ത് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു ആത്മഹത്യ ആയിരിക്കാം എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് പോലീസ് വിശദമായി പരിശോധിക്കും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് കടബാധ്യതകളോ അത്തരം പ്രശ്നങ്ങളൊന്നും ഈ കുടുംബത്തിന് ഇല്ല എന്നുള്ളതാണ് സമീപവാസികളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബം തന്നെയാണിത്. പിന്നീട് എന്താണ് ആത്മഹത്യയാണെങ്കിൽ പോലും എന്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നത് ഇപ്പോൾ വ്യക്തമല്ല. അതോടൊപ്പം തന്നെ പോലീസ് എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുമുണ്ട്. ആത്മഹത്യക്ക് മറിച്ച് മറ്റേതെങ്കിലും തരത്തിലൊരു കൊലപാതകമാണോ ഇത് എന്ന ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഈ മൃതദേഹം വീടിനുള്ളിൽ തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റും. അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.